ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോസി വൈബ്സ് വിത്ത് മനീഷ. ഇന്നൊരു ലോങ് വീഡിയോ ആണ്. കുറേ നാളുകളായി ഞാൻ അങ്ങനെ ലോങ് വീഡിയോസ് ഇടാറില്ല. കാരണം കോണ്ടന്റ് കിട്ടണ്ടേ നമുക്ക്, അത് ഇത്തിരി കുറച്ച് പാടാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും ലോങ് വീഡിയോസ് ഇടാനായിട്ട് ട്രൈ ചെയ്യാം. ഇന്നൊരു പീരിയഡ്സ് ഡേ ഇൻ മൈ ലൈഫാണ്, ഡേ 2 ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. ആക്ച്വലി എനിക്ക് പീരിയഡ്സ് പെയിൻ ഫസ്റ്റ് ഡേ ആണ് ഭയങ്കര ഉണ്ടാവുക. സെക്കൻഡ് ഡേ ഉണ്ടാവും, ചെറിയ ക്രാംസ് ഒക്കെയാണ്, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഡേ ഞാൻ ഇപ്പോൾ ഫുള്ളും രാവിലെ തൊട്ടൊക്കെ കിടപ്പൊക്കെ ആയിരിക്കും. ഇന്ന് പക്ഷേ ഇത്തിരി ആക്റ്റീവാണ്. അപ്പോൾ രാവിലെ എനിക്ക് കുളിച്ചു, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ചെറിയ വേദനയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആവാനായിട്ട് പെയിൻറ്റിങ്ങോ ഡ്രോയിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് ഇന്ന് ഫുള്ളും ഞാൻ എന്താ ചെയ്യണത് നമുക്ക് കാണാം, എന്തൊക്കെ ചെയ്യണേന്ന്. അപ്പോൾ നമുക്ക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഡ്രോയിൽ പെയിൻറ്റിങ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പെയിൻറ്റൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ വരയ്ക്കുക പെയിൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെൽ ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് വീഡിയോസൊക്കെ വരും. അപ്പോൾ നമ്മൾ വീഡിയോയിലിട്ട് പോവാം. ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, അതിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ ആഡ് ചെയ്യാം. ആസ് യൂഷ്വൽ ദോശയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത്. ഗൈസ് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു. ഈ ബോക്സിലാണുള്ളത്. ഫുള്ള് സാധനങ്ങളൊക്കെ ഉണ്ട് ക്രാഫ്റ്റ് ചെയ്യാനും. അത്രയ്ക്കും ഇല്ല, എന്നാലും അത്യാവശ്യത്തിനുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളും പെയിൻറ്റ്സും അതൊക്കെ ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് പെയിൻറ്റ്സ് വേണം, പെൻസിൽ വേണം, പിന്നെ നമുക്ക് ബ്രഷസ് ആണ് വേണ്ടത്. ഇത് ബ്രഷസ് ഉണ്ട്, ഇത് എടുക്കാം. പിന്നെ നമുക്ക് ആക്ച്വലി ഞാൻ ഈ വീഡിയോസിലൊക്കെ നോക്കിയപ്പോൾ ഈ മാസ്കിംഗ് ടേപ്പാണ് ഉപയോഗിക്കുന്നത് പെയിൻറ്റിങ്ങായിട്ട്. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ കുറച്ച് പെയിൻറ്റിങ് 2-3 ചെയ്തിട്ടായിരുന്നു. ഇതിന് ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഇതിപ്പോൾ എൻ്റെ ചേച്ചി ചെയ്തതാണ്. ഞാൻ അതും ചെയ്തു, ചേച്ചി അതും ചെയ്തു. അവൾ ആക്ച്വലി ഫസ്റ്റ് ഇത് മെഡി ഗ്രിപ്പ് എന്ന് പറഞ്ഞൊരു ടേപ്പ് വീട്ടിൽ വെറുതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ഈ മാസ്കിംഗ് ടേപ്പ് വാങ്ങാൻ പോയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ ഈ ടേപ്പ് ഇങ്ങനെ ഫിനിഷിങ് കറക്റ്റായിട്ട് വരാനായിട്ടാണ് ഒട്ടിച്ചത്. പക്ഷേ ഇത് ഒട്ടിച്ചപ്പോൾ ബുക്കിന് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ചെറിയൊരു പേപ്പറും കൂടെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒളിച്ച് കഴിയുമ്പോൾ വരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ പോയിട്ട് മാസ്കിംഗ് ടേപ്പ് തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷേ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചപ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി. പേപ്പറിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് എനിക്കറിയില്ല. ഒട്ടിക്കുമ്പോഴൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ട് ഇങ്ങനെ അത് ഒലിക്കുമ്പോൾ പേപ്പർ കൂടിയിട്ടാണ് വരുന്നത്. പക്ഷേ അത് എന്താ കാരണം എനിക്കറിയില്ല. ഈ പെയിൻറ്റിങ്ങാണ് ഞാൻ ലാസ്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ ഞാൻ ഒട്ടിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഭാഗം ഇച്ചിരി ഇതായിപ്പോയി, പേപ്പറിൻ്റെ വന്നു. അപ്പോൾ ഇതെന്താ പ്രശ്നം എനിക്കറിയില്ല. നമുക്കിപ്പോൾ വേറെ വഴിയില്ലല്ലോ, ഫിനിഷിങ് നന്നായിട്ട് വരണമെങ്കിൽ ഇത് ഒട്ടിച്ചാലേ പറ്റുള്ളൂ. ഇനി ഒന്നും കൂടെ നമുക്ക് ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഫോണിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ഗൂഗിളിൽ പോയിട്ട് ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ സെലക്ട് കുറേ നേരം പിടിക്കും. എനിക്ക് കാണുമ്പോഴേക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടില്ല. എല്ലാം നോക്കിയിട്ട് പിന്നെ ചിലവ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. നമ്മളിപ്പോൾ ജസ്റ്റ് ബിഗിനറാണ് പെയിൻറ്റിങ്. എനിക്ക് ഡ്രോയിങ് ആണ് കൂടുതലും വരിക, പെൻസിൽ ഡ്രോയിങ് ഒക്കെ ഞാൻ വരയ്ക്കുള്ളൂ. പെയിൻറ്റിങ് ഞാൻ ഇതുവരെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക അല്ലെങ്കിൽ അത്ര ചെയ്തിട്ടൊന്നുമില്ല. പെയിൻറ്റിങ് നമ്മൾ പെൻസിൽ ഡ്രോയിങ് ഞാൻ ചെറുപ്പത്തിലൊക്കെ 8 പഠിക്കുമ്പോൾ ചെറുപ്പത്തിലോട്ട് വരയ്ക്കാറൊക്കെ ഉണ്ട്. പെൻസിൽ ഡ്രോയിങ് ഒക്കെയാണ് എനിക്ക് കൂടുതലും വരുന്നത്. ഇപ്പോൾ ഇതൊക്കെ വരയ്ക്കും. പിന്നെ അങ്ങനെ പെൻസിൽ ഡ്രോയിങ് ഞാൻ വരയ്ക്കാറ്. ഇപ്പോൾ ഞാൻ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇത് വരയ്ക്കാം, പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആ പെയിൻറ്റിങ് ആദ്യമായിട്ട് ഞാൻ ചെയ്ത പെയിൻറ്റിങ്ങാണ്. അത്ര നന്നായില്ല, കളേഴ്സ് അത്ര ബ്ലെൻഡാക്കാനൊന്നും എനിക്ക് അറിയുണ്ടായില്ല. പിന്നെ പെയിൻറ്റും ഞാൻ ആദ്യം ഈ പെയിൻറ്റ് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്തിരുന്നത്. ഇതൊക്കെ ഞാൻ ഇത് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നത്. ഇത് നല്ലതാണ്, പക്ഷേ നമ്മൾ എപ്പോഴും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും ഇത് അത്ര പല കാരണം ഇത് ഇത്തിരി ഉള്ളൂ. ട്യൂബ്സാണ് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷേ പെയിൻറ്റ് അടിപൊളി പെയിൻറ്റാണ്. കണ്ട ഇത് ഇത്തിരി കുഞ്ഞിതാണ്, പെട്ടെന്ന് കഴിയും. ഞാൻ എടുക്കുമ്പോൾ നോക്കി കുറച്ചൊക്കെ എടുക്കുള്ളൂ, കാരണം വേസ്റ്റ് ആവും കുറേയൊക്കെ നമ്മൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇത് മുതലേക്ക് ഞാന്ന് വെച്ചിട്ട് വൈറ്റ് പെട്ടെന്ന് തീരുന്നുണ്ടെങ്കിൽ, കാരണം പെയിൻറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വൈറ്റ് ബ്ലെൻഡ് ആക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സ് ആക്കാനൊക്കെ ഈ വൈറ്റ് ആണ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ വൈറ്റ് പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട്. സോ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ശരിയാവില്ല എന്ന് വെച്ചിട്ട് അക്രലിക്കിൻ്റെ എൻ്റെ കയ്യിൽ കുറച്ച് കളേഴ്സ് ഉണ്ടായിരുന്നു അക്രലിക്കിൻ്റെ. അപ്പോൾ ഞാൻ ഇല്ലാത്ത കളേഴ്സ് മാത്രം പോയിട്ട് ഇങ്ങനെ നമുക്ക് ഇത് ഇങ്ങനത്തെ മാത്രമേ ഓരോ കളേഴ്സ് കിട്ടും. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതായിട്ട് ഉള്ള കളേഴ്സൊക്കെ വാങ്ങി, വൈറ്റ് ബ്ലാക്ക് അങ്ങനത്തെ ആവശ്യമുള്ള കളേഴ്സ്, പിന്നെ എനിക്ക് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ഞാൻ വാങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇത് അക്രലിക് വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. പിന്നെ അക്രലിക്കിൽ ഞാൻ വാങ്ങാത്ത കളേഴ്സ് ചില ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് ഇതിൽ വാങ്ങിയെടുക്കാം. ഞാൻ വൈലറ്റ് വാങ്ങിയിട്ടുണ്ടായില്ല. പിന്നെ നമുക്ക് പെയിൻറ്റിങ് ഞാൻ പോയിട്ട് പെയിൻറ്റിങ്ങിൻ്റെ ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഞാനൊരു തുലിപ്പിൻ്റെ ഒരു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് പെയിൻറ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുന്നത്. ഇത് വേറെ എന്തെങ്കിലും ഐഡിയാസ് നോക്കട്ടെ. ചിലപ്പോൾ കറങ്ങിട്ട് ഇതിൽ തന്നെ എത്തും. അപ്പോൾ ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും വരയ്ക്കുന്നുണ്ടാവുക, പെയിൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ നിങ്ങളെ നോക്കിയിട്ട് വരാം. നമുക്ക് തുടങ്ങാനായിട്ട് ആദ്യം നമുക്ക് മിക്സാക്കാൻ്റെ വെള്ളം, പിന്നെ പാലറ്റ് മിക്സാക്കാൻ്റെ പാലറ്റ്സാണ് അത് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇതൊന്ന് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് ഞാൻ തോന്നുന്നു. ഞാൻ പോയിട്ടൊന്ന് വാഷ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന കളർസൊക്കെ മിക്സ് ആവും. പിന്നെ നമുക്ക് ഈ ബോർഡേഴ്സ് ഒന്ന് ഒട്ടിക്കാനുണ്ട്. ബോർഡേഴ്സ് ഒട്ടിക്കണോ അതോ അങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. അപ്പം അങ്ങനെ നമുക്ക് ചെയ്താലോ. വേണ്ട, നമുക്ക് ഒട്ടിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഇതാവില്ല. എന്തായാലും ഇതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ടേപ്പ് നമുക്കിതന്നെ ഒട്ടിച്ച് ചെയ്യാം. മാസ്കിംഗ് ടേപ്പിൻ്റെ കാര്യം എനിക്കിപ്പോൾ ഇതിൽ രണ്ടും ഒരുപോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതന്നെ ഒട്ടിച്ച് നോക്കാം.
നമ്മുടെ സിസേഴ്സ് എടുത്തു. പിന്നെ ഞാനിത് വാഷ് ചെയ്തത് അത്ര പോണില്ല. അപ്പോൾ ഇതൊക്കെ മതിയാവും തോന്നുന്നു. ഇത് അത്ര ഇതാവിയാൻ തോന്നുന്നു. നോക്കാം ഉണ്ടാവിയാൻ തോന്നുന്നു. മിക്സ് ആവാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടെത്താം. അപ്പോൾ നമുക്ക് ഈ ഒട്ടിച്ചിട്ടുള്ളത് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് അത് നമ്മൾ സക്സസ്ഫുള്ളി ഒട്ടിച്ചിട്ട് കുറച്ച് നമുക്ക് ഒരിച്ചിട്ട് വേണ്ടതല്ല. കാരണം അത്രയും പ്രൊഫഷണൽ നോക്കില്ല. അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് തുടങ്ങാം. ആദ്യം ബാക്ക്ഗ്രൗണ്ട് ചെയ്യാനുണ്ടല്ലോ, ഒരു ബ്ലൂവും വൈറ്റൊക്കെ ആയിട്ടുള്ള ഇതാണ്. പിന്നെ ബ്ലെൻഡിങ്ങിനായിട്ട് ഈ ബ്രഷ് ആണെന്ന് തോന്നുന്നു. ബ്രഷ് എടുത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഈ ബ്ലൂവും വൈറ്റും ആണെന്ന് തോന്നുന്നു. നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടാവും എനിക്കറിയില്ല. വൈറ്റ് ആദ്യം കുറച്ച് ഇട്ട് വയ്ക്കാം. കാരണം വൈറ്റ് ബ്ലൂ എടുത്തിട്ട് വൈറ്റ് അതിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ശരിയാക്കാം. അപ്പോൾ വൈറ്റ് ഞാൻ ആദ്യമിട്ട് വേണമെടുക്കാം. പിന്നെ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള ബ്ലൂ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ബ്ലൂ അത്രയ്ക്ക് ഇത് വേണ്ടാന്ന് തോന്നുന്നത്. നമുക്ക് എടുക്കാം. ഇത് അടച്ചു അട്ടടിക്കും. ഏകദേശം ഇപ്പോൾ ഈ ബ്ലൂ ആണെന്ന് തോന്നുന്നു. നമുക്ക് ഈ ബ്ലൂ ആണെന്ന് തോന്നുന്നു. അത് ചെയ്യും. ഏകദേശം ഈ കളറാൻ തോന്നുന്നു ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ ഇതൊക്കെ വരയ്ക്കാം. അതിൻ്റെ ഇടയിൽ നമ്മളെന്താ ഒരു ഓറഞ്ച് ഉണ്ട്, അത് നമുക്ക് ജ്യൂസ് ഇടാം. വാഷ് ചെയ്തിട്ട് നമുക്ക് ഇടയ്ക്ക് ഒരു ബ്രേക്ക് വേണ്ടേ. നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയിൽ നമുക്കൊരു ജ്യൂസ് ജ്യൂസ് ഇടാം. ഒരു ഓറഞ്ച് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ജ്യൂസ് ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് പിടിയുടെ പ്രോസസ്സ് ഇത്രയാണ് ഒരു ഓറഞ്ച് പിടിയും കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമൊക്കെ വെച്ചിട്ട് പുളി നല്ല പുളി ഉണ്ടാവും. അപ്പോൾ നമുക്ക് വെള്ളം പഞ്ചസാരക്കിട്ട് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് റെഡിയാണ്. അത് നമുക്ക് പെയിൻറ്റിൻ്റെ ഇടയിലൊക്കെ കുടിക്കാം. പായോപ്പം ഞാൻ ഇവിടെ വരെ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേ ഫ്ലവേഴ്സ് കൂടെ വരയ്ക്കാനുണ്ട്. നമുക്ക് ഉണ്ടാക്കിയ ജ്യൂസ് കുറച്ച് കിട്ടാം. നമുക്ക് മറ്റേ ഫ്ലവർ വരച്ച് തുടങ്ങാം. ഇതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആവശ്യമുള്ള കളർ എന്ന് വെച്ചാൽ ഇത് എന്താ ഇനി നമുക്ക് ആവശ്യമുള്ള കളർ എന്ന് വെച്ചാൽ ഇതാണ്, പിങ്കാണ്. നമുക്ക് അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് കൊടുത്തിട്ട് ഫ്ലവർ പിങ്ക് ആണില്ല. പിങ്ക് വെച്ചാൽ പിങ്ക് അത്യാവശ്യം ഡാർക്ക് ഷെയ്ഡിൽ പിങ്കാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വേണ്ട കളേഴ്സ് പറഞ്ഞാൽ പിങ്കും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. കളർ ചെയ്യുന്നത് കുറച്ച് പിങ്ക് കിട്ടും. നമുക്ക് അതിൻ്റെ ഒരു വൈറ്റ് കൂടെ മിക്സ് ചെയ്യാം. കാരണം ഇതിന് അത്യാവശ്യം നല്ല ഡാർക്കാണ്. നമുക്ക് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ചെയ്തു. കാരണം ഫ്ലവറിൻ്റെ ഭയങ്കര ഉണ്ടല്ലോ ഫ്ലവർ. അപ്പോൾ പിന്നെ നമ്മൾ ഭയങ്കര ഡാർക്ക് ആയി ഇത് കുറച്ച് ഓർമ്മ കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് എടുക്കാൻ ക്വാണ്ടിറ്റി ഒന്നും അറിയാം. വീഡിയോ എടുക്കേണ്ടി വരും. സോ അത്യാവശ്യം എടുത്തിട്ടുണ്ട്. നമുക്ക് വൈറ്റ് കൂടെ എടുക്കാം. വൈറ്റ് എടുത്തിട്ടുണ്ട്. പ്ലസ് അത്യാവശ്യം ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് മിനിക്കൽ പണികളൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ വീണ്ടും ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. കാരണം ഇപ്പോൾ സമയം 2:30 കഴിഞ്ഞു. ഇപ്പോൾ കഴിക്കാമെന്ന് വെച്ചു. പിന്നെ അമ്മ വരും കുറച്ച് കഴിക്കും. അപ്പോൾ കഴിച്ചിട്ട് ഇരിക്കാമെന്ന് വെച്ചു. കഴിച്ചിട്ട് ചിലപ്പോൾ കുറച്ചധികം ഫോണൊക്കെ നോക്കണം. അപ്പോൾ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടായിരിക്കും. പെയിൻറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ ഫോൺ നോക്കുന്നതായിരിക്കാം, അറിയില്ല. അപ്പോൾ ഇന്ന് കഴിക്കാനായിട്ട് ഈ കടലയിൽ വെള്ളക്കടല അതിൻ്റെ കൂട്ടാനും പിന്നെ വീല് ചിപ്സ് പിന്നെ ബാറ്റും രണ്ടും കൂടെ മിക്സ്ഡാണ്. നമുക്ക് ഫുഡ് കഴിക്കാം. എന്നും പെയിൻറ്റിംഗ് ഒന്നും ചെയ്യാറില്ല. വല്ല മൂവിയൊക്കെ ആയിരിക്കും കാണാം. പക്ഷെ ഇന്ന് പെയിൻറ്റിങ് ചെയ്യാൻ തോന്നി. ഞാനൊരു വൈകുന്നേരമൊക്കെ ആയിരിക്കും ചില ദിവസങ്ങൾ പെയിൻറ്റ് ചെയ്യാം. പക്ഷെ ഇന്ന് നമുക്ക് രാവിലെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ മൂവീസ് എന്ന് പറയാനായിട്ടും അത്യാവശ്യം എല്ലാം കണ്ട് തീർന്നു. പക്ഷെ എനിക്ക് കൂടുതലും ഈ ക്രൈം ത്രില്ലേഴ്സൊക്കെ ഇല്ലേ, അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ വരുന്ന മൂവീസ് എല്ലാം ഒന്നും കാണില്ല. ക്രൈം ത്രില്ലേഴ്സൊക്കെ ആയിരിക്കും കാണാം. അതുകൊണ്ട് തന്നെ കുറേ തപ്പിയിട്ടൊക്കെയാണ് മൂവീസും സീരീസൊക്കെ കിട്ടുന്നത്. നോർമൽ കോമഡി അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമില്ല. ഇങ്ങനത്തെയൊക്കെയാണ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഹോറർ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ എൻ്റെ ചേച്ചിയുടെ കൂടെയാണ് ഹോററൊക്കെ കാണാറ്. ഒറ്റയ്ക്ക് അങ്ങനെ കാണാറില്ല, ശരി പേടിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇപ്പോൾ അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ കുറേ നാളായിട്ട് ഹോററൊന്നും കാണാറില്ല. ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ രാവിലെ തൊട്ട് അമ്മ പോവും. പിന്നെ ഒറ്റയ്ക്കാകുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്താ അടുക്കാൻ നിങ്ങൾ ഒച്ച കേൾക്കണമൊക്കെ പോലെയൊക്കെ തോന്നുന്നതാണ്. ശരിക്കും ഒച്ച ചിലപ്പോൾ ഇങ്ങനെ കാലണ്ടറൊക്കെ ഇങ്ങനെ അങ്ങനെ ഉണ്ടാവും കാറ്റ് കൊണ്ട്. പക്ഷേ എന്താ ആരോ പോണ പോലെയൊക്കെ എനിക്ക് തോന്നും. പിന്നെ ഹോററൊക്കെ കണ്ടാൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ നമുക്ക് ഭയങ്കര ഇതൊക്കെ ഓവർ തിങ്കിങ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളതുകൊണ്ട് അങ്ങനെ കാണാറില്ല. രാത്രി കാണാമെന്ന് എനിക്ക് തോന്നും. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയതുകൊണ്ട് ചിലപ്പോൾ അമ്മയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ കാണുമ്പോൾ എനിക്ക് ചെറിയ പേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കാണാറില്ല. ചേച്ചി ഉണ്ടെങ്കിൽ പിന്നെ ചേച്ചി ഞാൻ പുതപ്പൊക്കെ പുതച്ചൊക്കെ ഇരുന്ന് കാണും. പക്ഷേ ഇപ്പോൾ അവൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട്
ഹൊററൊന്നും കാണാറില്ല. പിന്നെ ക്രൈമൊക്കെ തന്നെയാണ് കാണാറ്. മൂവീസൊക്കെ കണ്ടായിട്ട് ഇരിക്കേണ്ടാവാം. ഇന്ന് പെയിൻറ്റിങ്ങിൻ്റെ പിറകിലാണല്ലോ. പിന്നെ ഇനിയിപ്പോൾ ഇതെന്തായാലും കുറച്ച് കഴിയുമ്പോൾ കഴിയും. ഞാൻ ഒരു ദിവസം ഒരു പെയിൻ്റൊക്കെയാണ് ഒരു ഇതൊക്കെയാണ് ചെയ്യാറ്, രണ്ടെണ്ണമൊന്നും ചെയ്യാറില്ല. പിന്നെ ഇന്നിപ്പോൾ ബോറടിച്ച് കാരണം ഞാൻ ചെയ്തു. പിന്നെ വീഡിയോ സജഷൻ, ഇന്ന വീഡിയോസ് വേണമെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇന്ന വീഡിയോസൊക്കെ ചെയ്യാൻ ചാലഞ്ചസോ അങ്ങനെ. പിന്നെ ഒറ്റയ്ക്കാണല്ലോ, അപ്പോൾ ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്കറിയാം. ആ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ചാലഞ്ചസൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഒറ്റയ്ക്ക് ചാലഞ്ചസ് എന്ന് പറയാനായിട്ട് എന്താ ഭയങ്കര കുറവാണ്. കുറേ ആൾക്കാർക്ക് ഉണ്ടെങ്കിലാണ് ഗെയിംസ് ചാലഞ്ചസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റുന്ന ഡേ ഇൻ മൈ ലൈഫും അങ്ങനെയൊക്കെയാണ് ഇടാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ പറയാം. അപ്പോൾ ഞാനത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഫുഡ് കഴിച്ച് പരിപാടിയിലേക്ക് വരാം. എനിക്ക് അത്ര ഇഷ്ടമായില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൽ മിനിക്കൽ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിയട്ടെ, നമുക്ക് അതും കൂടെ ചെയ്യാം. കട്ടർ ഫേസ്, ഇതാണ് ഇതിൻ്റെ പ്രശ്നം. നമ്മുടെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞു. നമ്മൾ ചെയ്തൊന്നും ഉണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമിഴിലെങ്ങാനും എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് ചെന്നൈയിൽ തന്നെ ആയിരുന്നു, എനിക്ക് തമിഴൊക്കെ അറിയാം. തമിഴിൽ എന്തെങ്കിലും വീഡിയോസൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ചെയ്യാം. എൻ്റെ തമിഴൊക്കെ കേൾക്കണമെങ്കിൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല, എന്നാലും പിന്നെ നോർമലി സംസാരിക്കാം. പിന്നെ ഇത് ഞാൻ തമിഴിൽ കൂടെ ഇടുമ്പോൾ തമിഴ് പീപ്പിളും കാണില്ലേ, അപ്പോൾ ഞാൻ അത് തമിഴിൽ കൂടെ ഇടാം. പിന്നെ നിങ്ങൾ വീഡിയോ സജഷൻസൊക്കെ പറയാം എന്തെങ്കിലുമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങളെനിക്ക് പിന്നെ ഒരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ. അതാണ് ഞാനിപ്പോൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് വീണ്ടും ഇതിൽ വൈറ്റ് ഷെയ്ഡൊക്കെ കൊടുക്കാനുണ്ട്. വീട്ടിൽ കഴിഞ്ഞു. നിങ്ങൾക്ക് ഇത് ഒരിക്കലാണ് ഏറ്റവും ടാസ്ക് പോകുന്നത്. ഇതാണ് ഗൈസ് നമ്മൾ ഇത്ര നേരമായിട്ട് പെയിൻറ്റ് ചെയ്തത്. എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എന്നാലും കുഴപ്പമില്ലാന്ന് വിചാരിക്കും. എന്നാൽ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, നല്ല കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലോ ഇനി നമ്മൾ. പക്ഷേ ഇവിടെ പേപ്പർ പോയി ഗൈസ്, ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾക്കറിയില്ല, കണ്ടണ്ട ഇവിടെ പേപ്പർ പോയിട്ട് ബാക്കി നമ്മൾ വരച്ചതിൽ പോയിട്ടില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് സമാധാനിക്കാം. അപ്പോൾ ഇത്രയും നേരമായിട്ട് പെയിൻറ്റ് ചെയ്താണ്. കാണുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടൊക്കെ തോന്നും. ഇതിനാണോ ഇത്രയും നേരം പെയിൻറ്റ് ചെയ്തെന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അതിൻ്റെ അവസ്ഥ അറിയുന്നത്. എത്ര നേരം ഇതിനാണ് ഇത്ര നേരം പിടിക്കുന്നത് വെച്ചിട്ട് ഇവിടേക്കാണ് പെയിൻറ്റ്. നമ്മളിനി എന്താ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമുക്ക് ഫോൺ നോക്കാം. പിന്നെ കുറച്ച് നേരം പോയി കിടക്കാൻ നല്ല തണ്ടലുവേദനയുണ്ട്, കുറേ നേരമായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുക്കാം. നമ്മളിപ്പോൾ കടയിലേക്ക് പോവാണ്. എന്തോ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞ അമ്മ ഈ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് കടയിലൊക്കെ പോയി ഇതാണ് അമ്മ. ഇപ്പം നമുക്ക് കടയിൽ പോയിട്ട് ഈ അമ്മ പോയ പകുതി സാധനം വാങ്ങില്ല, എന്നിട്ട് എന്നെ രണ്ടാമത് പറഞ്ഞേക്കും. എപ്പോൾ നോക്കിയാൽ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ സോപ്പ് ഇട്ടിട്ട് ഞാനൊക്കെ ചെയ്ത് കൊടുക്കാൻ അമ്മയ്ക്ക്. ഇങ്ങനെയാണ് ഇത് ചായ തിളക്കുന്ന സൗണ്ട്. ഒന്നും ചെയ്തു തരാറില്ല, ഒക്കെ ഞാൻ ചെയ്തു തരാറുണ്ട് ഗൈസ്. ഗൈസ് കുറച്ച് നാളെ ബൂസ്റ്റ് കുടിച്ചിട്ട് ബൂസ്റ്റും നീ ഓറിയും ഉണ്ടല്ലോ, അത് കുറേ നാളെ കടയിൽ പോയപ്പോൾ അവിടെ ഉണ്ടാക്കി കുഞ്ഞിണ്ടാക്കി വാങ്ങിച്ചു. നമുക്ക് ബൂസ്റ്റും ഓറിയും കഴിക്കാം. പിന്നെ ഇതാണ് നമ്മൾ എന്താ ഈവനിങ് സ്നാക്കായിട്ട് ഇത് രണ്ടാണ് കഴിക്കണം. പക്ഷേ ഇപ്പോൾ ബൂസ്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര കുറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ എന്താ ഒരു ബൂസ്റ്റ് ഇടുമ്പോഴേക്കും നല്ല ഡാർക്കായിരിക്കും, പക്ഷേ ഇപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഭയങ്കര കുറഞ്ഞിട്ടുണ്ട്. പാക്കറ്റ് ഫുള്ളായിരിക്കും പണ്ട്. പക്ഷെ ഇപ്പോൾ എന്താ അടിയിൽ കുറച്ച് ഇങ്ങനെ കിടക്കണം, അത്രേ ഉള്ളൂ ബൂസ്റ്റ്. ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞു, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഓരിയോ കഴിച്ചു. ഓരിയോ കുറേ നാളായിട്ട് കഴിക്കാറില്ല. നമുക്ക് ഞങ്ങളുടെ ചെറുപ്പത്തിലെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ബിസ്ക്കറ്റ് എന്നാൽ നമ്മൾ കരയും, അമ്മ ഈ ബിസ്ക്കറ്റ് വേണം. അപ്പോൾ ഭയങ്കര നമുക്ക് എന്താ ഇത് വിലയാണ്. അപ്പം ആ സിറ്റുവേഷനിൽ ഇത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ എന്നും അമ്മോട് കരയും ഈ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ വാങ്ങാൻ പറ്റിയ കാരണം ഞങ്ങൾ 2 പേരുണ്ടല്ലോ, അപ്പോൾ 2 പേർക്കും വേണ്ടേ, അപ്പോൾ മതിയാവില്ല. പിന്നെ വില കൂടുതലാണ്. അപ്പോൾ പിന്നെ വാങ്ങാതെ ഇത് കുറേ നാളായി കഴിച്ചിട്ട് കഴിക്കാറില്ല. ഇതൊന്ന് കണ്ടപ്പോൾ എനിക്കിത് കഴിക്കാമെന്നൊരു ഇത്. അപ്പോൾ പിന്നെ ഞാൻ അമ്മയ്ക്ക് സഹായിക്കാണ് പൂരി ഉണ്ടാക്കാൻ. അപ്പോൾ പരത്തി കൊടുത്തു. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കി പൂരി റൗണ്ടിലല്ല വന്നു, പക്ഷേ ഒരു ഹാർട്ട് ഷേപ്പിലാണ് വന്നേക്കാൻ. പക്ഷെ അത്ര ഹാർട്ടും അല്ല. ഓക്കെ, റൗണ്ട് ആയാലും എന്താ സ്ക്വയർ ആയാലും എന്താ, നമ്മളെന്തായാലും വെന്ത് കിട്ടിയപ്പോൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങുമ്പോൾ റൗണ്ട് കളഞ്ഞില്ലേ. അല്ല മാ അല്ല എന്താ ആണോ എന്താ ഉണ്ടാക്കത്? ഒരു 100 നാടകം
ஒத்திரையில் சீதையை பார்த்திருந்து இதை பாராமலே அவன் இதை பாரா ആടിങ്ങനെ പടത്തടി പാടുന്നതാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും അമ്മ ചന്ദ്രമുഖിയാവും അല്ല മാ മതി ഇട്ട് തുടങ്ങി. യെസ് ഗൈസ്, വി ആർ അറ്റ് ദ ഫൈനൽ പാർട്ട് ഓഫ് ദി വീഡിയോ. നമ്മൾ ഡിന്നറിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് മൈ വീഡിയോ. നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.